നമസ്തേ. പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിന് വിരാമം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് രാമഭക്തർക്ക് സ്വപ്ന സാക്ഷാത്കാരം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം. ശിലാസ്ഥാപനം നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രൗഢോജ്വല ചടങ്ങിന് സാക്ഷ്യം വഹിച്ച RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സന്യാസി വര്യരും. सियावर रामचंद्र की, सियावर रामचंद्र की जय सिया राम. തലമുറകളുടെ ജീവത്യാഗം ഫലം കണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭഗവാൻ ശ്രീരാമൻ ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകം. ജന്മനാട്ടിൽ നിന്ന് ശ്രീരാമനെ നീക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. രാമജന്മഭൂമി സംസ്കാരത്തിൻ്റെയും വികാരത്തിൻ്റെയും അടയാളമെന്നും പ്രധാനമന്ത്രി. രാമക്ഷേത്ര നിർമ്മാണം ഭാരതത്തിൻ്റെ സാമൂഹിക ഐക്യത്തെ കെട്ടിപ്പടുക്കുന്നതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാമക്ഷേത്ര ശിലാസ്ഥാപനം ഭാരതീയരുടെ ആഹ്ലാദ നിമിഷമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആത്മനിർഭർ ഭാരതത്തിന് ആത്മവിശ്വാസമേകുന്ന ക്ഷേത്രം അയോധ്യയ്ക്ക് പുതിയ മുഖം സമ്മാനിക്കും. സഫലമാകുന്നത് 5 നൂറ്റാണ്ടുകാലത്തെ പ്രാർത്ഥനയെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ധന്യമുഹൂർത്തത്തെ ഭക്തർ വരവേറ്റത് ദീപം തെളിച്ചും രാമസങ്കീർത്തനം ചൊല്ലിയും. സൗദിയിൽ കൊറോണ ബാധിച്ച് 36 പേർ കൂടി മരിച്ചു. കുവൈറ്റിൽ 651 പേർക്കും UAEയിൽ 254 പേർക്കും രോഗബാധ. ഈ മാസം 10 മുതൽ 24 വരെ താൽക്കാലിക വിമാന സർവീസ് ആരംഭിക്കുന്നതിന് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ധാരണ. സംസ്ഥാനത്ത് ഇന്ന് 1195 പേർക്ക് കൊറോണ. 971 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 79 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 1234 പേർക്ക് രോഗമുക്തി. കൊറോണ ബാധിച്ച് ഇന്ന് മരിച്ചവരുടെ എണ്ണം 9. അഷ്ടവൈദ്യൻ പത്മഭൂഷൺ തൈക്കാട്ടുശ്ശേരി ET നാരായണൻ മൂസ് അന്തരിച്ചു. വിടവാങ്ങിയത് ആയുർവേദ ചികിത്സാ രംഗത്തെ അതികായൻ. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ 9 മണിക്ക്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. രജിസ്ട്രേഷൻ IG കത്ത് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികൾ 7 ദിവസത്തെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ. വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പ് കേസ് പ്രതി MR ബിജുലാൽ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഭാരതത്തിൻ്റെ സാമൂഹിക ഐക്യത്തെ കെട്ടിപ്പടുക്കുന്നതാണ് രാമക്ഷേത്ര നിർമ്മാണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാമരാജ്യത്തിൻ്റെ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ക്ഷേത്ര സമുച്ചയം ആധുനിക ഇന്ത്യയുടെ പ്രതീകമായി മാറുമെന്നും രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു. രാമക്ഷേത്രം രാജ്യത്തെ ഒരുമിച്ച് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം മുഴുവൻ രാമമന്ത്രത്താൽ മുഖരിതമാണ്. രാമൻ ഭാരതീയരുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്. രാമന്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. सियावर रामचंद्र की, सियावर रामचंद्र की जय सिया राम, जय सिया राम. രാംലല്ലയ്ക്ക് മുമ്പാകെ ദണ്ഡ നമസ്കാരം നടത്തി ഭൂമിപൂജയ്ക്കും ശിലാന്യാസത്തിനും ശേഷമാണ് പ്രധാനമന്ത്രി ലോകത്തെ അഭിസംബോധന ചെയ്തത്. രാമമന്ത്രത്താൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ജയ് ശ്രീറാം മുഴക്കി പ്രധാനമന്ത്രി പറഞ്ഞു തുടങ്ങി. ഐതിഹാസിക നിമിഷമെന്ന് ആദ്യ പ്രതികരണം. നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് അവസാനമായി. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് പ്രകാശഭരിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് ആജ് ഭഗവാൻ ഭാസ്കർ के सानिध्य में सरयू के किनारे एक स्वर्णिम अध्याय रच रहा है. आज पूरा भारत राममय है. पूरा देश रोमांचित है. हर मन दीपमय है. आज पूरा भारत भावुक है. सदियों का इंतजार आज समाप्त हो रहा है. ജീവിച്ചിരിക്കുമ്പോൾ ഈ അവിസ്മരണീയ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കഴിയുമോ എന്ന്
പലരും അത്ഭുതപ്പെട്ടു. രാമക്ഷേത്രം ഭാരതീയ സംസ്കാരത്തിന്റെ ആധുനിക പ്രതീകമാകും. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം തലമുറകളോളം പഠിപ്പിക്കും. രാജ്യത്തെ ചേർത്തുവെച്ച് ഐക്യബോധം വളർത്താനും രാമക്ഷേത്രത്തിലൂടെ സാധിക്കും. और ये मंदिर करोड़ों करोड़ लोगों की सामूहिक संकल्प शक्ति का भी प्रतीक बनेगा. युगों युगों तक दिगंत तक भारत की कीर्ति पताका फहराते रहेंगे. इसलिए राम भारत की अनेकता में एक तरह के सूत्र है. രാമൻ എല്ലാവരിലുമുണ്ട്. ഭാരതത്തിന് പുറത്തും രാമന്റെ ഇതിഹാസങ്ങൾ പ്രസിദ്ധമാണ്. മലയാളമടക്കം ഓരോ ഭാഷയിലും രാമചരിതമുണ്ട്. ദുഃഖിതരും ദരിദ്രരുമില്ലാത്ത ഭരണമാണ് രാമന്റേതെന്നും മോദി പറഞ്ഞു. मलयालम में रामचरितम मिलेगी, बांग्ला में कृतिवास रामायण है, तो गुरु गोविंद सिंह जी ने तो खुद गोविंद रामायण लिखी है. अलग अलग रामायणों में अलग अलग जगहों पर राम भिन्न भिन्न रूपों में मिलेंगे, लेकिन राम सब जगह हैं, राम सबके हैं. രാമന്റെ സാന്നിധ്യമില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തിയെന്നും മോദി വിമർശിച്ചു. കാലങ്ങളോളം രാമവിഗ്രഹത്തിന് ടെന്റിനുള്ളിൽ കഴിയേണ്ടി വന്നു. തലമുറകൾക്ക് വർഷങ്ങളോളം ത്യാഗം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് പുതിയ ദിശാബോധം കൈവന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. सियापति रामचंद्र की, सियापति रामचंद्र की, सियापति रामचंद्र की. ജനം, അയോധ്യ. രാമക്ഷേത്ര ശിലാസ്ഥാപനം ഭാരതീയരുടെ ആഹ്ലാദ നിമിഷമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. 5 നൂറ്റാണ്ടുകാലത്തെ പ്രാർത്ഥനയാണ് ശിലാന്യാസത്തിലൂടെ സഫലമാകുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറഞ്ഞു. രാമജന്മഭൂമിയിലെ ശിലാന്യാസ ചടങ്ങിനെ ആഹ്ലാദത്തിന്റെ മുഹൂർത്തമെന്ന് വിശേഷിപ്പിച്ച RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS മുൻ സർസംഘചാലക് ബാലാസാഹേബ് ദേവറസ് അയോധ്യയ്ക്കായി 20-30 വർഷത്തെ പ്രയത്നം വേണ്ടിവരുമെന്ന് പറഞ്ഞിരുന്നു. ഹിന്ദു സമൂഹം ആ പ്രതിജ്ഞ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുഴുവൻ രാമസന്ദേശം എത്തിച്ച LK അദ്വാനിയെയും മോഹൻ ഭാഗവത് പ്രശംസിച്ചു. बाला साहब देवरस जी ने ये बात हमको कदम आगे बढ़ाने के पहले याद दिलाई थी कि बहुत लग के 20-30 साल काम करना पड़ेगा, तब कभी ये काम होगा. और 20-30 साल हमने किया. 30वें साल के प्रारंभ में हमको संकल्प पूर्ति का आनंद मिल रहा है. प्रयास किए हैं जी जान से, अनेक लोगों ने बलिदान दिए हैं. वो सूक्ष्म रूप में आज यहाँ उपस्थित है, प्रत्यक्ष उपस्थित हो नहीं सकते. ऐसे भी है जो है लेकिन यहाँ आ नहीं सकते. रथ यात्रा का नेतृत्व करने वाले अडवाणी जी आज अपने घर में बैठकर इस कार्यक्रम को देख रहे होंगे, लेकिन वो भी अपनी अपनी जगह पूरे देश में देख रहा हूँ आनंद की लहर है. सदियों की आस पूरी होने की आनंद है. ഇന്ന് നമുക്കൊപ്പമില്ലാത്ത അശോക് സിംഗാളും മഹന്ത് അവൈദ്യനാഥും ഉൾപ്പെടെയുള്ള മഹാപുരുഷന്മാരുടെ അദൃശ്യമായ സാന്നിധ്യവും ഇവിടുണ്ട്. അനേകരാണ് ക്ഷേത്രത്തിനായി ജീവത്യാഗം ചെയ്തതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എല്ലാവരെയും ഒരുമിച്ച് നിർത്താനാണ് ശ്രമം. ഭഗവാൻ രാമന് ഓരോ ഭാരതീയരുടെയും ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകുമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. लेकिन सबसे बड़ा आनंद है भारत को आत्मनिर्भर बनाने के लिए जिस आत्मविश्वास की आवश्यकता थी और जिस आत्मभान की आवश्यकता थी, उसका सगुण साकार अधिष्ठान बनने का शुभारंभ आज हो रहा है. हमारा हृदय भी राम का बसेरा होना चाहिए. इसलिए सभी दोषों से, विकारों से, द्वेषों से, शत्रुता से मुक्त. 500 വർഷത്തെ നിരന്തര പോരാട്ടമാണ് അയോധ്യയെ തിരികെ നൽകിയതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. തലമുറകളുടെ പ്രാർത്ഥനയുടെ ഫലം. ഭാരതീയർക്കിത് അഭിമാനത്തിന്റെ നിമിഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5 शताब्दी की इस बहुप्रतीक्षित लंबे संघर्ष और साधना की सिद्धि की स्मृति के अवसर पर यह कार्यक्रम केवल मंदिर निर्माण के कार्यक्रम का शुभारंभ ही नहीं, एक उस भारत को एक दुनिया के सामने प्रस्तुत करने का भी एक अवसर है, जिसे आज से 6 वर्ष पहले आदरणीय प्रधानमंत्री जी ने राम राज्य की उस अवधारणा को चरितार्थ करने के लिए आगे बढ़ाया था.
ഭക്തരുടെ ആഗ്രഹം വൈകാതെ പൂർത്തീകരിക്കുമെന്ന് രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നിത്യഗോപാൽ ദാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജനം. കുവൈറ്റിൽ പുതിയതായി 651 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 468 ആയി. 580 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. കൊറോണ ബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 3 പേർ കൂടി മരിച്ചതോടെ കുവൈറ്റിലെ ആകെ കൊറോണ മരണസംഖ്യ 468 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4550 സാമ്പിളുകളാണ് ആരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തിയത്. ഇതിൽ 651 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അബ്ദുള്ള അൽസനത്ത് പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ 5,18,601 പേരെ വൈറസ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഇതിൽ 69,425 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 60,906 പേർ രോഗമുക്തി നേടിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 425 പേർ കുവൈറ്റ് സ്വദേശികളും 226 പേർ വിദേശികളുമാണ്. പുതുതായി വൈറസ് സ്ഥിരീകരിച്ചതിൽ അധികവും 219 കേസുമായി അഹമ്മദിൽ നിന്നുമാണ്. ആരോഗ്യ മേഖല തിരിച്ച് 137 പേർ ഫർവാനിൽ നിന്നും 132 പേർ ജഹ്റയിലും 84 പേർ ക്യാപിറ്റൽ ഗവർണറേറ്റിലും ഹവലിയിൽ 79 പേരിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ തുടരുന്ന 8,051 പേരിൽ 128 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനം, കുവൈറ്റ്. UAEയിൽ 24 മണിക്കൂറിനിടെ 2 പേർ കൊറോണ ബാധിച്ച് മരിച്ചു. 254 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും 295 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. UAEയിൽ തുടർച്ചയായ 4 ദിവസം കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ബുധനാഴ്ച കൊറോണ ബാധിച്ച് 2 പേർ മരിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 254 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. 50,000-ഓളം പേരെ പരിശോധിച്ചപ്പോഴാണ് രോഗബാധയുള്ള 254 പേരെ കണ്ടെത്തിയത്. 295 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്താകെ 61,606 പേരാണ് രോഗബാധിതരായത്. ഇതിൽ 55,385 പേർ രോഗമുക്തി നേടി. നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് 5,868 പേർ മാത്രമാണ്. പരിശോധനകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് രോഗികൾ കുറയാൻ കാരണമായതെന്നാണ് കരുതുന്നത്. അതേസമയം UAEയിൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ മുഖാവരണം ധരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. എന്നാൽ ശ്വാസസംബന്ധമായ അസുഖങ്ങളോ വിട്ടുമാറാത്ത രോഗങ്ങളോ ഉള്ള കുട്ടികൾ മുഖാവരണം ധരിക്കേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കുട്ടികളിൽ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അവർ വൈറസ് വാഹകരാകാം. മറ്റുള്ളവർക്ക് അത് എളുപ്പത്തിൽ ബാധിക്കാം. കുട്ടികൾ മുഖാവരണം ധരിക്കുന്നത് രോഗം പകരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജനം, ദുബായ്. ഈ മാസം 10 മുതൽ 24 വരെ താൽക്കാലിക വിമാന സർവീസ് ആരംഭിക്കുന്നതിന് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ധാരണയായി. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾക്ക് പ്രതിദിനം 500 സീറ്റുകൾ വീതം അനുവദിക്കും. കുവൈറ്റ് എയർവേസിന് 300 സീറ്റും ജസീറ എയർവേസിന് 200 സീറ്റുമാണ് കുവൈറ്റ് DGCA അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങി 15ഓളം വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസ് നടത്തുക. വിമാന സർവീസ് ഇല്ലാതായതോടെ ഒട്ടേറെ പ്രവാസികളാണ് കുവൈറ്റിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. കൊറോണ കാലത്ത് ഗൾഫ് വ്യവസായ മേഖലയിൽ മാതൃകാപരമായ നേട്ടം കൈവരിച്ച എലൈറ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഉൽപ്പാദനക്ഷമതയാണ് കമ്പനി ജൂലൈയിൽ കൈവരിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിച്ചാണ് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എലൈറ്റ് ഗ്രൂപ്പ് ഉയരങ്ങൾ കീഴടക്കിയത്. അലുമിനിയം എക്സ്ട്രൂഷൻ ഉൽപ്പന്നങ്ങൾ, പൗഡർ കോട്ടിംഗ്, അനഡൈസിംഗ്, ബിലറ്റ്സ് നിർമ്മാണം എന്നീ വിഭാഗങ്ങളിലാണ് ജൂലൈയിൽ സമാനതകളില്ലാത്ത റെക്കോർഡ് ഉൽപാദനം നടന്നതെന്ന് MD R ഹരികുമാർ അറിയിച്ചു. എലൈറ്റ് ഗ്രൂപ്പിന് കീഴിലുള്ള നെലസ്കോ, അലൂമിൽടെക്, ഗാഡ്മാൻ, എലൈറ്റ് എക്സ്ട്രൂഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെല്ലാം ഈ വർഷത്തെ ഉയർന്ന ഉൽപാദന വർധനവാണ് ഉണ്ടായത്. ഈ വർഷത്തെ ഉയർന്ന നേട്ടത്തിന് കാരണക്കാരാക്കിയ സെക്ഷൻ ചുമതലക്കാർക്കും നെലസ്കോയിലെ മുഴുവൻ ജീവനക്കാർക്കും 1 മാസത്തെ സാലറി ബോണസായി നൽകി ആദരിച്ചു. മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രാകേഷ്, വിപിൻ, കാർത്തിക് എന്നിവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രൂപ്പിന്റെ മറ്റ് കമ്പനികളിലും ഈ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് R ഹരികുമാർ പറഞ്ഞു. കൊറോണ കാരണം ഭയചകിതരായ ജീവനക്കാരെ പ്രവർത്തനോമുഖരായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ശ്രദ്ധിക്കപ്പെട്ട കമ്പനിയാണ് എലൈറ്റ്. കമ്പനി മാനേജിംഗ് ഡയറക്ടർ R ഹരികുമാർ കമ്പനിയിലെ 200 പേരെയും ഇതിനു പുറമെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന 250ഓളം പേരെയും ചാർട്ടേഡ് വിമാനം വഴിയും അല്ലാതെയുമായി തികച്ച് സൗജന്യമായി നാട്ടിലയച്ച് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജനം, ദുബായ്. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രവാസിയെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലയക്കാൻ മനസ്സ് കാണിച്ച സൗദി പൗരൻ മാതൃകയായി.
UP സ്വദേശിയായ ഷിഹാബുദ്ദീനെയാണ് സ്പോൺസറായ ഇബ്രാഹിം അൽ ദോസരി വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് അയച്ചത്. ഹൗസ് ഡ്രൈവറായിരുന്ന പ്രവാസിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് അയക്കാൻ പണം ഉൾപ്പെടെ എല്ലാ സഹായവും ചെയ്ത സ്പോൺസറായ സൗദി പൗരൻ മാതൃകയായി. UP സ്വദേശിയായ ഷിഹാബുദ്ദീനെയാണ് സ്പോൺസറായ ഇബ്രാഹിം അൽ ദോസരി വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് അയച്ചത്. റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള യാത്രയയപ്പ് വികാര നിർഭരമായിരുന്നു. പക്ഷാഘാതം ഉണ്ടായതിനെ തുടർന്ന് ശരീരത്തിന്റെ വലതുഭാഗം തളർന്നുപോയ ഷിഹാബുദ്ദീൻ 3 മാസമായി റിയാദ് കിങ് സൽമാൻ ആശുപത്രിയിലും പിന്നീട് സുലൈമാൻ അൽ ഹബീബ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇബ്രാഹിമിന്റെ വീട്ടിലെ ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു ഷിഹാബുദ്ദീൻ. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലയക്കാൻ തീരുമാനിച്ചെങ്കിലും വിമാന സർവീസുകൾ നിർത്തിവെച്ചതിനെ തുടർന്ന് യാത്ര നീണ്ടുപോവുകയായിരുന്നു. തുടർന്ന് സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകനായ ഷിഹാബ് കുട്ടുകാടുമായി സ്പോൺസർ ബന്ധപ്പെടുകയും ഷിഹാബുദ്ദീനെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ട സഹായങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുകയുമായിരുന്നു. ഷിഹാബുദ്ദീന്റെ ചികിത്സയ്ക്കായി വേണ്ടി വന്ന 2,60,000 റിയാൽ ബിൽ തുക അടയ്ക്കുന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇബ്രാഹിം അൽ ദോസരി അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴി ഒരുക്കിയത്. ടിക്കറ്റ് എടുത്തു നൽകിയത് കൂടാതെ 5,000 റിയാലും സൗദി പൗരൻ ഷിഹാബുദ്ദീന് നൽകുകയും ചെയ്തു. ഭീമമായ ആശുപത്രി ചെലവുകൾ കൂടാതെ പിന്നെയും പ്രവാസിയെ സഹായിക്കാൻ മനസ്സ് കാണിച്ച സൗദി പൗരൻ എല്ലാവരിലും ആശ്ചര്യമുളവാക്കിയതോടൊപ്പം ഒരു മാതൃക ആവുക കൂടിയായിരുന്നുവെന്നും ഷിഹാബ് കുട്ടുകാട് പറഞ്ഞു. കനകലാൽ, ജനം, റിയാദ്. അഷ്ടവൈദ്യൻ പത്മഭൂഷൺ തൈക്കാട്ടുശ്ശേരി ET നാരായണൻ മൂസ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. തൃശൂർ ഒല്ലൂരിലെ വീട്ടിൽ വൈകിട്ട് 6:45 മരണം. വൈദ്യരത്നം സ്ഥാപനങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ആയുർവേദ ചികിത്സാരംഗത്ത് നൽകിയ ഉന്നത സംഭാവനകൾക്ക് രാഷ്ട്രം 2010 പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ സ്വദേശി പുരസ്കാരവും ലഭിച്ചു. 1941 നാരായണൻ മൂസിൻ്റെ അച്ഛൻ നീലകണ്ഠൻ മൂസാണ് വൈദ്യരത്നം ഔഷധശാല തുടങ്ങിയത്. 1954 നാരായണൻ മൂസ് ചുമതലക്കാരനായി. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒല്ലൂർ വൈദ്യരത്ന ആയുർവേദ കോളേജ്, നഴ്സിംഗ് കോളേജ്, 3 ഔഷധ നിർമ്മാണശാലകൾ, കേന്ദ്ര ആയുഷ് വകുപ്പിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് അംഗീകാരം നേടിയ ആയുർവേദ ഗവേഷണ കേന്ദ്രം, ചാരിറ്റി ഹോസ്പിറ്റൽ, 3 ആയുർവേദ ഔഷധ ഫാക്ടറികൾ, നിരവധി ഔഷധശാലകൾ തുടങ്ങിയവയുടെ സ്ഥാപകനുമാണ് നാരായണൻ മൂസ്. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ 9 നടക്കും. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും JanamTV.com സന്ദർശിക്കുക. നമസ്തേ.